പ്രിയമുള്ളവരെ, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ രൂപീകരിക്കപ്പെട്ട പാർട്ടികളാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, നാഷണൽ കോൺഫറൻസ്, അസദുദ്ദീൻ ഉവൈസിയുടെ പാർട്ടിയായ AIMIM, അതോടൊപ്പം ബദറുദ്ദീൻ അജ്മലിൻ്റെ പാർട്ടിയായ ആസാമിലെ ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് AEUDF. ആ പാർട്ടികൾക്ക് രൂപീകരണ സമയത്തുണ്ടായ ശക്തി പോലും ഇന്ന് പല സംസ്ഥാനങ്ങളിലും കാണുന്നില്ല. ആദ്യമായിട്ട് മുസ്ലിം ലീഗിൻ്റെ കാര്യം നമുക്ക് പരിശോധിക്കാം. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 1948 മാർച്ച് 10 മദിരാസിലെ രാജാജി ഹാളിൽ രൂപീകരിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആദ്യത്തെ പ്രസിഡന്റ് മുഹമ്മദ് ഇസ്മായിൽ ആയിരുന്നു. ആ പാർട്ടിക്ക് രൂപീകരണ സമയത്ത് മദിരാശി അസംബ്ലിയിൽ 5 സീറ്റുണ്ടായിരുന്നു. അതിനുശേഷം പാർട്ടി ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും മോശമല്ലാത്ത ശക്തിയിൽ വളർന്നു. മാത്രവുമല്ല, 60കളുടെ തുടക്കത്തിൽ കേരളത്തിൽ പാർട്ടി നല്ല ശക്തിയായി വളർന്നു. 70കളുടെ തുടക്കത്തിൽ വെസ്റ്റ് ബംഗാളിൽ പാർട്ടിക്ക് 12 MLA-മാരും 4 മന്ത്രിമാരും ഒരു ലോകസഭാംഗവും ഉണ്ടായിരുന്നു. ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് നല്ല ശക്തി ഉണ്ടായിരുന്നു. 1974 മുസ്ലിം ലീഗ് UP-യിൽ 50 സീറ്റിൽ മത്സരിച്ച് 2 സീറ്റിൽ വിജയം നേടിയിരുന്നു. 10 സീറ്റിൽ 2ാം സ്ഥാനത്തെത്തിയിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്നും പാർട്ടിക്ക് MLA ഉണ്ടായിരുന്നു. GM ബനാത്വാല മഹാരാഷ്ട്രയിൽ നിന്നും 68 MLA ആയിട്ടുണ്ട്. അതിന് മുമ്പും പിമ്പൊക്കെ പാർട്ടിക്ക് മഹാരാഷ്ട്രയിൽ ശക്തിയുണ്ടായിരുന്നു. നഗരസഭയിൽ ഭരണം പങ്കാളിയായിരുന്നു. 33% മുസ്ലിങ്ങളുള്ള ആസാമിൽ പാർട്ടിക്ക് നല്ല ശക്തി ഉണ്ടായിരുന്നു. MLA-മാരുണ്ടായിരുന്നു. പോണ്ടിച്ചേരിയിൽ MLA-മാരുണ്ടായിരുന്നു. ബീഹാറിൽ നല്ല ശക്തിയുള്ള പാർട്ടിയായിരുന്നു. പ്രത്യേകിച്ച് ബാബരി മസ്ജിദ് ദുരന്തത്തിന് മുമ്പ് റാഞ്ചിയിൽ പാർട്ടിക്ക് 1 ലക്ഷം വോട്ട് നേടാൻ കഴിയുന്നു, വിജയിച്ചിട്ടില്ലെങ്കിലും. പോണ്ടിച്ചേരി അസംബ്ലിയിൽ പാർട്ടിക്ക് സീറ്റുണ്ടായിരുന്നു. കർണാടകയിലെ ഗുൽബർഗിൽ മുസ്ലിം ലീഗ് വിജയിച്ചിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ രാജ്യസഭാ സീറ്റ് വരെ നേടിയിരുന്നു. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ മുസ്ലിം ലീഗ് ഒരു നിർണായക ശക്തിയായിരുന്നു. പക്ഷേ ഇന്ന് പാർട്ടി ആകെയുള്ളത് കേരളത്തിലെ മലബാറിലും തമിഴ്നാട്ടിലെ രാമനാഥപുരത്തും മാത്രമാണ്. ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾ കേരളത്തെക്കാൾ ഏറെയുണ്ട്. വെസ്റ്റ് ബംഗാളിൽ കേരളത്തിൻ്റെ ഇരട്ടിയിലധികം മുസ്ലിങ്ങളുണ്ട്. ആസാമിൽ 33% മുസ്ലിങ്ങളുണ്ട്. ഇവിടെയൊക്കെ മുസ്ലിം ലീഗ് MLA-മാരും MP-മാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ന് പേരിന് പോലും പാർട്ടി അവിടെ ഇല്ല. കേരളത്തിലെ സ്ഥിതിയാണെങ്കിൽ തെക്കൻ ഭാഗത്തും മുൻകാലങ്ങളൊക്കെ പാർട്ടിക്ക് സ്വാധീനമുണ്ടായിരുന്നു. പക്ഷേ മലബാറിലുള്ള സ്വാധീനം തെക്കൻ ഭാഗത്തില്ല. മാത്രവുമല്ല, ഇന്ന് തെക്കൻ ജില്ലകളിൽ ഒരു വാർഡിൽ പോലും ജയിക്കാനുള്ള ശക്തി പോലും മുസ്ലിം ലീഗിനില്ല. ഇരവിപുരത്ത് PKK ബാവ 1991 MLA ആയിട്ടുണ്ട്. പക്ഷേ കൊല്ലം ജില്ലയിൽ 20% മുസ്ലിങ്ങളുള്ള കൊല്ലം ജില്ലയിൽ മുസ്ലിം ലീഗിന് ഒരു വാർഡിൽ നിന്നും ജയിക്കാൻ കഴിയാത്തൊരവസ്ഥയിലെത്തി. തിരുവനന്തപുരം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും ഒന്നും മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യം കാണുന്നില്ല. അവിടെയൊക്കെ PDP-യേക്കാളും SDPI-യേക്കാളും കാന്തപുരം സുന്നിയേക്കാളും ചെറിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതേസമയം മലബാറിൽ പാർട്ടിക്ക് അവരുടെ ശക്തി നിലനിർത്താനായിട്ടുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ മോശമല്ലാത്ത ശക്തി, ഏറ്റവും വലിയ ശക്തിയായിട്ട് ഒറ്റയ്ക്ക് ജയിക്കാവുന്ന അവസ്ഥയിൽ മുസ്ലിം ലീഗ് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാഷണൽ കോൺഫറൻസ് ജമ്മു കാശ്മീർ മാത്രം കേന്ദ്രീകരിച്ചു. അവർക്ക് ഒരു ദേശീയ പാർട്ടിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. AEUDF 2005 രൂപീകരിച്ച ഒരു പാർട്ടിയാണ്. 33% മുസ്ലിങ്ങളുള്ള ആസാമിൽ പാർട്ടി 2009 16% വോട്ടും 2014 3 ലോക്സഭാ സീറ്റും നേടിയിരുന്നെങ്കിൽ ഇത്തവണ ലോക്സഭാ സീറ്റിൽ അവർക്ക് സാന്നിധ്യമില്ല. അവർ വിജയിച്ചിട്ടില്ല. അവർക്ക് ആകെയായുള്ളത് 15 നിയമസഭാ സീറ്റാണ്. ഉവൈസിയുടെ പാർട്ടി 1927 രൂപീകരിച്ചതാണെങ്കിലും ബാബരി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷവും മുമ്പുമൊക്കെ പാർട്ടി പല അസംബ്ലിയിലും ലോക്സഭാ സീറ്റിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു.
പാർട്ടിക്ക് ഈ അടുത്ത് ശക്തിയാർജിച്ച് വരുന്നൊരു ശൈലി രാഷ്ട്രീയ നിരീക്ഷകർ നിരീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പാർട്ടി ക്ഷയിച്ച മട്ടാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലാണ് വിജയിച്ചത്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ പാർട്ടിക്ക് പരാജയം ഏൽക്കേണ്ടി വന്നു. 2019 അവിടെയും വിജയിച്ചിട്ടുണ്ടായിരുന്നു. ആന്ധ്രയിൽ ഇപ്പോൾ 5 MLA മാരുണ്ട്. ആന്ധ്രാപ്രദേശിൽ 7 MLA മാരും 1 ലോക്സഭാ സീറ്റുമാണ് പാർട്ടിക്കുള്ളത്. പാർട്ടിയുടെ സാന്നിധ്യവും കുറഞ്ഞു വരുന്നുണ്ട്. ഈ 4 പാർട്ടികളും മൈനോറിറ്റിയുടെ ഉന്നമനത്തിനു വേണ്ടി, സംരക്ഷണത്തിനു വേണ്ടി രൂപവൽക്കരിച്ച പാർട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അവർക്ക് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ, മുസ്ലിം വിഭാഗത്തിനിടയിൽ കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അവർ പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ മുസ്ലിം സാന്നിധ്യം നല്ല ഭാരമുള്ള സംസ്ഥാനത്ത് പോലും ഇവർക്കൊരു സീറ്റ് പോലും ജയിക്കാൻ കഴിയാത്ത അവസ്ഥ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു സ്വീകാര്യതക്കുറവ് ഈ പാർട്ടികൾക്കുണ്ട്. അതേസമയം ദേശീയ പാർട്ടികളെ സ്വീകരിക്കുന്നൊരവസ്ഥ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കാണുമ്പോൾ മുസ്ലിം പാർട്ടികളെ കൈയൊയ്യുന്നൊരവസ്ഥയും ഉണ്ട്. മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യം എല്ലാ സ്ഥലത്തും ഇല്ലാതായത് ഇതിനൊരു തെളിവാണ്. മൈനോറിറ്റികളുടെ സംരക്ഷണം മുസ്ലിം പാർട്ടികളുടെ മാത്രമല്ല കഴിയുക എന്ന് ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.